അല്ലെങ്കിൽ ജനറൽ ബോഡി കൂടുമ്പം ആൾക്കാർ ചോദിക്കും നിങ്ങളെന്താ അമ്പലത്തിന് വേണ്ടി ചെയ്തതെന്ന്. അപ്പൊ ഞങ്ങളുടെ ഭരണകാലത്ത് ചെയ്തത് ഇന്നതാണെന്ന് പറയാൻ വേണ്ടി എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ പരിപാടികളും വെക്കും. വേണോ വേണ്ടയോ എന്നുള്ള ചിന്തയൊന്നുമില്ല. അല്ലെങ്കിൽ നാട്ടുകാർ ചോദിക്കില്ലേ നിങ്ങളെന്താ ചെയ്തതെന്ന്. അതുകൊണ്ട് നാട്ടുകാരോട് ഉത്തരം പറയാൻ വേണ്ടി ശിവരാത്രിക്ക് ശിവപുരാണ സമീക്ഷ വയ്ക്കും. ഇത് കേൾക്കുന്ന അന്ന് മുതൽ നാട്ടുകാരുടെയൊക്കെ മനസ്സിൽ ഏതായിരിക്കും ദൈവം? ശിവ 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 എന്നായിരിക്കും. ശിവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ നവരാത്രി വരും. നവരാത്രിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നവരാത്രി വന്നാൽ കമ്മിറ്റിക്കാരെന്ത് ചെയ്യും? ദേവീ ഭാഗവത നവാഹം വയ്ക്കും. ദേവീ ഭാഗവത നവാഹം വെച്ചാൽ അന്ന് മുതൽ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും നാമം? അമ്മേ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അത് കഴിയുമ്പോഴത്തേക്കും വൃശ്ചിക മാസത്തിന് വരാതിരിക്കാൻ പറ്റില്ല, ശബരിമല തുറക്കാതിരിക്കാൻ പറ്റില്ല. അന്ന് മുതൽ നമ്മുടെ നാവിൽ സ്വാമിയേ ശരണമയ്യപ്പ. ഇങ്ങനെ കുറച്ചു കാലം മഹാവിഷ്ണുവിന്റെ കാൽക്കലെ പന്താണ് നമ്മുടെ ജീവിതം. അത് കഴിഞ്ഞ് മഹാവിഷ്ണു ഒറ്റ തട്ട് പരമശിവന്റെ കാലിലേക്ക് പോയി. പരമശിവൻ കുറച്ചു കാലം ഉരുട്ടിക്കളിച്ച ഒരു തട്ട് ദുർഗാ ഭഗവതിയുടെ കാലിലേക്ക്. ദുർഗാ ഭഗവതി കുറച്ചു കാലം ഉരുട്ടിക്കളിച്ച ഒരു തട്ട് അയ്യപ്പസ്വാമിയുടെ കാലിലേക്ക്. അയ്യപ്പസ്വാമി കുറച്ചു കാലം അത് ഉരുട്ടിക്കളിച്ച് ഒരൊറ്റ അടി നീട്ടി ഔട്ട്. ഇപ്പൊ നമ്മൾ ഔട്ടാ, പുറത്താ നിൽക്കണേ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിശ്ചയവും ഇല്ല. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഒറ്റ പുസ്തകവും ഒറ്റ ദൈവവുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നും. ഇത് തെറ്റൊന്നുമില്ല. അങ്ങനെ തോന്നിയ അവർക്കൊക്കെ എന്തൊരു സുഖമല്ലേ. ആകെ ഒരു പുസ്തകമേ വായിക്കേണ്ടു. നമുക്കാണെങ്കിലോ 4 വേദങ്ങള്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ബ്രാഹ്മണങ്ങള്, ആരണ്യകങ്ങള്, ഉപനിഷത്തുക്കള് 108 ചിലർ പറയുന്നു, 1008 ചിലർ പറയുന്നു. അത് കഴിഞ്ഞാൽ തീരുവോ? സ്മൃതികള്. എത്രയാ സ്മൃതികൾ? ഒരു സ്മൃതിയൊന്നുമല്ല, മനുസ്മൃതി മാത്രമേ ഉള്ളൂ. എങ്കിൽ അത് വായിച്ചാൽ മതിയായിരുന്നു. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, വിഷ്ണു സ്മൃതി, ശങ്കര സ്മൃതി, അങ്ങനെ സ്മൃതികള്. 18 മഹാപുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, ഇതിലൊന്നും പെടാത്ത മറ്റു പുരാണങ്ങൾ. അത് കഴിഞ്ഞാലോ ഇതിഹാസങ്ങൾ, രാമായണം, ഭാരതം. അതും കഴിഞ്ഞാലോ തന്ത്രഗ്രന്ഥങ്ങൾ, പാരാവാരം പോലെ ഭക്തിഗ്രന്ഥങ്ങൾ, അങ്ങനെ അനവധി പുസ്തകങ്ങൾ. ഇതെല്ലാം കൂടി കാടും പടലവും എല്ലാം കൂടി കാണുമ്പം നമുക്കറിയാതെ തോന്നിപ്പോകും ഒറ്റ ദൈവവും ഒറ്റ പുസ്തകവുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്കതൊന്ന് വിശകലനം ചെയ്യാം. എന്തിനാ ഇത്രയധികം ദൈവങ്ങൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരാണ്. നമുക്കെല്ലാവർക്കും സാർവലൗകികമായി അനുഭവപ്പെടുന്ന, മനുഷ്യർക്ക്, ഭാരതത്തിലുള്ളവർക്ക് മാത്രമല്ല, മനുഷ്യരായിട്ട് ജീവൻ എവിടെയുണ്ടോ അവർക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു വികാരം വിശപ്പ്. വിശക്കാത്തവരായിട്ട് ആരുണ്ടാവില്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വയറ്റിപ്പഴപ്പ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാട് പെടുന്നത് എന്ന് തമ്മിൽ ചോദിച്ചു നോക്കൂ. എല്ലാവരും പറയും വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ്. ശങ്കര ഭഗവത്പാദനും ഭജഗോവിന്ദത്തിൽ അതാ പറഞ്ഞത്, ഉദരനിമിത്തം ബഹുഹൃതവേഷം. വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് വേഷം കെട്ടിയാണ് നമ്മളിപ്പോ ജീവിക്കണത് ആണല്ലോ. രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഒരു വേഷം കെട്ടല്, അമ്പലത്തിന് വരുമ്പോൾ വേറൊരു വേഷം കെട്ടല്, അങ്ങനെ എത്ര വേഷങ്ങൾ കെട്ടിയാ നമ്മളൊന്ന് ജീവിച്ച് ജനിച്ച് മരിക്കുന്നത്. കഞ്ഞിയും പയറും ആഹാരമാണോ? അല്ലയോ? കഞ്ഞിയും പയറും ആഹാരമാണ്. അതിനും സംശയമൊന്നും ആർക്കും ഉണ്ടാവില്ല. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള സർവാധികാരങ്ങളും ഉപയോഗിച്ച് ഞാൻ ഇതാ കൽപ്പിക്കുന്നു നിങ്ങളോട്, ഇനി മുതൽ നിങ്ങൾക്ക് വിശന്നാൽ നിങ്ങൾ കഞ്ഞിയും പയറും അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. കഞ്ഞിയും പയറും അല്ലാതെ നിങ്ങൾ ഒരു പക്ഷെ ഇഡലിയും ദോശയും ഒക്കെ കണ്ടേക്കാം, പക്ഷെ കഴിക്കാൻ പാടില്ല. കഞ്ഞിയും പയറും അല്ലാതെ കാണുന്ന ഇഡലിയും ദോശയും കഴിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും. നരകത്തിന്റെ ഭീകരമായ അവസ്ഥകൾ വർണ്ണിച്ച് കേട്ടതിന് ശേഷം നരകത്തിൽ പോകാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം ഇഡലിയും ദോശയും കണ്ടാൽ വെള്ളം ഇറക്കുക